എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അനുമോള് പറഞ്ഞൊരു പ്രസ്താവന, ആ പ്രസ്താവനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ആര്യനെയും ജിസേലിനെ കുറിച്ചിട്ട് നമ്മുടെ അനുമോള് ഒരു സംഭവം ഇവിടെ പറഞ്ഞു പരത്തി. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ലൈവ് കണ്ടതാണ്. ആ ലൈവ് കണ്ടപ്പോഴത്തേക്കും എനിക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ട്. 24/7 കാണുന്നവർക്ക് മനസ്സിലായിരിക്കും, ഞാൻ മിക്കതും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നിൽ ഞാൻ കണ്ടതാണ് നമ്മുടെ ആര്യനും ജിസേലും തമ്മിലുള്ളൊരു, ജിസേലും നമ്മുടെ അനുമോളും തമ്മിൽ. അതിന് അനുമോള് പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് ഈ സംഭവം അനുമോള് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യനും ജിസേലും തമ്മിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു ഇത് ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അനുമോള് ആര്യനെയും ജിസേലിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നൈറ്റാണ് ഈ കാര്യം നടക്കുന്നത് നൈറ്റ് ടൈമിലാണ് നടക്കുക. നേരത്തെ എന്ന് വെച്ചാൽ എനിക്കൊന്നും ഏകദേശം ഒരു 1 o'clock കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഇത് നടക്കുമ്പോഴത്തേക്കും. അതായത് എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ പിന്നെ അന്നേരത്തെ നമ്മുടെ അനുമോളുടെ കിറ്റുണ്ട്, അതായത് ബാത്തിങ് കിറ്റുണ്ട്. ആ ബാത്തിങ് കിറ്റ് കാണുന്നില്ല. അപ്പോൾ അനുമോളെ തപ്പി അത് ഇറങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ എനിക്കൊന്നും ഏഴ് ചേച്ചിയൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, എന്നാണ് എൻ്റെ ഓർമ്മ. അന്നേരത്തേക്ക് നമ്മുടെ അനുമോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആര്യൻ്റെ അടുത്ത് ജിസേലിന് ചോദിച്ചു, ആര്യ നീ എൻ്റെ ബാത്തിങ് കിറ്റ് ഷവർ കിറ്റ് എടുക്കായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആര്യം പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ജിസേലും പറഞ്ഞില്ല, ഇല്ല എടുത്തില്ല, കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ ചോദിക്കുന്നു, ഇപ്പോൾ 1 മണിയായില്ല, നീ എന്താ ഇപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചാൽ എൻ്റെ ഇത് കാണുന്നില്ല, എനിക്കപ്പോൾ ടൈം ഞാൻ നോക്കണം എന്തിനാന്നുള്ളൊരു കാര്യം അനുമോള് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതങ്ങ് പിന്നെ വേറെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ ഒരു ഇതിൻ്റെ ലിവിങ് റൂമിൽ വന്നിട്ട് എല്ലാവരും അവർ ആധിപത്യമായിട്ട് സംസാരിക്കുകയുണ്ടായി. അന്നേരം സംസാരിച്ചപ്പോഴത്തേനും അനുമോള് പറയുന്നുണ്ട് ഇവർ തമ്മിൽ അനാവശ്യമായിട്ടുള്ള ഇത് നടന്നത്. പക്ഷേ അതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജിസേലും ആരും ഒരു ബെഡാണ് ഷെയർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ അവർ തമ്മിൽ കിടന്നുറങ്ങുമ്പോൾ സംസാരിക്കും. ഇവൻ നമ്മളൊരു 2 ലേഡീസാണ് 2 ബോയ്സാണ് ഒരു ബെഡ് ഷെയർ ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കും പിടിക്കുകയൊക്കെ ചെയ്തില്ല. അതുപോലത്തെ ഒരു സംഭവം തന്നെ അവിടെ നടന്നേക്കണത്. അല്ലാതെ മറ്റൊന്നും വേണ്ടായിട്ട് എൻ്റെ കണ്ണിൽ എനിക്കത് തോന്നിയില്ല. ഇനി കുറേ സദാചാരക്കാർ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവൻ നമ്മുടെ ജിസേൽ നോർമലി, അതായത് നമ്മുടെ അനുമോള് വന്ന് ചോദിച്ചപ്പോൾ ജിസേൽ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ അറിയാം ജിസേൽ ഇടുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ വൈഡ് നെക്കാണ്. അപ്പോൾ വൈഡ് നെക്ക് നമ്മളൊന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എന്താ അതൊന്നും കൂടി ഫ്രണ്ടിലോട്ട് വരും. അപ്പം ജിസേൽ അന്നേരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ അത് 2 കൈയും കൂടി പിടിച്ചിട്ട് കയറ്റി ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ ജിസേൽ കട്ടിലിനെ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അതായത് പെട്ടെന്ന് കാണുന്നവർ വിചാരിക്കും അതിനകത്ത് അനാവശ്യം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനുമോള് പ്രസ്താവിച്ചേക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ അത് കാണുന്ന ഒരുമാതിരി അത് ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്നവർക്ക് മനസ്സിലാകുമ്പോൾ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഇത്രയും പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. 24/7 എല്ലാവരും കാണുന്നത്. 21 ക്യാമറകൾ ഉള്ള ഒരു ഹൗസാണത്. ആ ഹൗസിനിടയിൽ എന്ത് കാണിച്ചാലും അതവിടെ മനസ്സിലാവും. എന്ത് കാണിച്ചാലും അവിടെ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലവുമില്ല, മൈക്കില്ലാത്തൊരു സ്ഥലവുമില്ല. ഇത്രയും ഒരു പ്ലാറ്റ്ഫോമിനെ അനുമോളവിടെ ഭയങ്കര ചീത്തയായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അനുമോളുടെ കണ്ടന്റ് കിട്ടാനാണെങ്കിലും, പക്ഷെ അത് 2 പേഴ്സണാലിറ്റീനെയാണ് അത് ബ്രോക്കൺ ചെയ്തേക്കണം. അല്ലേ, 2 പേഴ്സണാലിറ്റിയാണ് അവർ അനുമോളതിനെ ബ്രേക്ക് ചെയ്തേക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം അനുമോള് പറഞ്ഞത് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം അനുമോൾ ഇങ്ങനത്തെ ഒരു അനുമോൾ വർക്ക് ചെയ്യുന്നൊരു ഇതും കൂടി ഇതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ മീഡിയയുടെ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അനുമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ, അനുമോളുടെ മൈൻഡ് എന്തുമാത്രം എന്തുമാത്രം ഇതായിട്ടുള്ള വൾഗാരിറ്റിയുള്ള മൈൻഡാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അനുമോളിൻ്റെ കോമഡി സീരിയൽസ് എല്ലാം കാണുന്നുണ്ട്, എനിക്കിഷ്ടമായിരുന്നു അനുമോളിനെ. പക്ഷേ എനിക്കിങ്ങനെ അനുമോളിൻ്റെ ഇപ്പം ബിഗ് ബോസ് കയറി പിന്നെ ഇങ്ങനെയുള്ള ഓരോ അനുമോളിലെ ഒരു ചീപ്പായിട്ടുള്ള അത് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരാൾക്കാരെ കുറിച്ച് 2 പേരെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം. അതുപോലെ തന്നെ ജിസേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കും, ജിസേൽ മലയാളിയാണ്, ഓക്കെ. പക്ഷേ ജിസേൽ വളർന്ന് പഠിച്ചതും എല്ലാം തന്നെ എവിടെയാണ്, മുംബൈ ബേസ്ഡ്, ഡൽഹി ബേസ്ഡ് അവിടെയൊക്കെ ആയിട്ടാണ് പഠിച്ചത്. പിന്നെ ആ കുട്ടിയാണെങ്കിൽ നല്ലൊരു മോഡലാണ്.
അപ്പം ഇത്രയും ആ കുട്ടിക്ക് എന്താണ് ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അനുമോളിന് എന്താ അത് ചിന്തിക്കാനുള്ളത് ബോധം അനുമോളിനില്ലേ? അനുമോളിൻ്റെ മൈൻഡ് ഒന്ന് ഇങ്ങനെ ഒരാൾക്കാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വേർഡ്സൊക്കെയാണോ ഇട്ട് ഇങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പബ്ലിക്കിനെ ഒരുമാതിരി ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അനുമോൾ സംസാരിക്കുന്നത്? എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. അതിനിപ്പോൾ എത്ര സദാചാരക്കാർ പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയണം. കാരണം വെച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പെണ്ണിനെ കുറിച്ച് ആണിനെ കുറിച്ച് അവർക്ക് പുറത്തൊരു ലൈഫുള്ളത് അവരെക്കുറിച്ച് എന്താ ഈ അനുമോൾ പറഞ്ഞിട്ട് ഇരിക്കുന്നത്? ഞാനും വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുക തന്നെ വേണം അനുമോളടുത്ത്. ഇങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാരെ കുറിച്ച് അവരുടെ ലൈഫിനെ ഇത് ബാധിക്കത്തില്ലേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ അവർക്ക് എന്തുമാത്രം ട്രോമ കൊടുക്കും. ഇപ്പോൾ ആടിനാണെങ്കിൽ എന്തുമാത്രം പ്രശ്നം. പിന്നെ ആടിനെ ഓവർകം ചെയ്തു. പക്ഷേ ജിസേൽ അതിനകത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അവളുടെ മൈൻഡ് അങ്ങനെയാണ്. ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഇത്രയും സഞ്ചരിച്ചിട്ടേക്കുന്ന ആളാണ്, എനിക്ക് അതിൻ്റെ കാര്യമില്ല. പിന്നെ ഞാനും സിംഗിളാണ്, അവനും സിംഗിളാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ ഞങ്ങൾക്കത് ഡയറക്റ്റ് ഞങ്ങൾക്ക് പറയുന്നുണ്ട് എന്താ കുഴപ്പമിരിക്കണം, ഞങ്ങൾക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പറയുന്നുണ്ട് എന്താ കുഴപ്പമിരിക്കണം എന്നൊരു നമ്മുടെ ജിസേൽ ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? അവർ രണ്ടുപേരും സിംഗിളാണ്. അത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നും പറഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് അതങ്ങനെയാണെങ്കിൽ അവർക്ക് കിടന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിന് അനുമോൾ എന്തൊക്കെ പറഞ്ഞു, അനുമോളുടെ ഇത് സത്യം പറഞ്ഞാൽ അനുമോളുടെ മൈൻഡ് എന്താ പറയുന്നത് ഭയങ്കര ക്രൂഡായിട്ട് ഒരു സത്യം ഇതൊക്കെ കേൾക്കുമ്പോൾ അനുമോളിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ. അനുമോളിന് എന്താ സത്യം പറഞ്ഞാൽ അനുമോളിന് സംഭവം എന്താണെന്ന് വെച്ചാൽ അനുമോളെന്ന് പറയുമ്പോൾ അനുമോളിനെ എപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞു അനുമോൾ അല്ലേ? അതിന് അനുമോളിന് ഇപ്പോൾ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. അനുമോളിന് ഇപ്പോൾ 19 വയസ്സായി. ഇനി അനുമോളിന് കൊഞ്ചിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ അനുമോളെ മറ്റുള്ളവർ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അനുമോളിന് ഇത്ര ദേഷ്യം. ജിസേൽ എന്നൊരു വ്യക്തി എനിക്കിതിനു മുന്നേ അറിയത്തുന്നില്ല ജിസേലിനെ. പക്ഷേ ജിസേൽ എന്നൊരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പേഴ്സൺ. കാരണം അങ്ങനെ എനിക്ക് ഇച്ചിരി ഫേവറേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതെന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റിലോട്ടൊന്നും അല്ല. ഇപ്പോൾ ആരിന് ചില കാര്യങ്ങളൊക്കെ ഫേവറേറ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടില്ലെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും അനുമോൾ വെച്ച് നോക്കാൻ നേരത്ത് ജിസേലിൽ നിന്ന് ഫാർ ബെറ്റർ. അതുപോലെ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി നല്ല ലോയൽറ്റി ആയിട്ടുള്ള ഹേർട്ട് പേഴ്സണാണ്. അതുപോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള പേഴ്സണാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജിസേൻ്റെ ഗെയിമൊക്കെ അതിനകത്ത് ഇഷ്ടമാണ്. ജിസേൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടമാണ്. അനുമോളിനെ കൂട്ട് അനുമോളെനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ തന്നെ അനുമോളുടെ ക്യാരക്ടർ ഇത്രയും ചെറിയൊരു ക്യാരക്ടറാന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഇഷ്ടക്കുറവുണ്ടാവത്തില്ലേ അങ്ങനെയൊക്കെ. കാരണം ഓരോ ദിവസം കഴിയുന്നവരും അനുമോൾ നല്ലൊരു കാര്യങ്ങളാവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. എൻ്റെ അഭിപ്രായമാണ്. ഞാനിത് ലൈവിൽ 24/7 കാണുന്നൊരു വ്യക്തിയാണ്. ഞാനും ഇടയ്ക്കിടെ എനിക്ക് പറ്റാറുണ്ട്. പക്ഷേ ഇത് ഞാൻ കണ്ട സംഭവം. കാരണം ഇതിനകത്ത് ആരിൻ്റെ ജിസേലിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും തന്നെയില്ല. ഒരു തെറ്റും അനുമോൾ വെറുതെ പടച്ചുണ്ടാക്കിയ കാര്യം എന്ന് പറയാം. അത് എനിക്ക് പറയാനുള്ള. ഇനി നമുക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് അനുമോളിന് ചോദിക്കുക തന്നെ വേണം ലാലേട്ടൻ. അപ്പം ഞാനും ഇനി ആ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും കേട്ടോ, ബൈ.